ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നൈറ്റ് നമുക്ക് അരി ഉഴുന്നൊന്നും അരച്ചിടാതെ തന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ ദോശയും വെള്ളപ്പവും ഒക്കെ റെഡിയാക്കുക. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നൈറ്റ് കിടക്കാൻ നേരത്ത് ഉലുവയും പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇവിടെ നന്നായി ക്ലീനാക്കി കഴുകി വന്നതിന് ശേഷം അതിൽ കുറച്ച് ഈസ്റ്റും പിന്നെ പഞ്ചസാരയും ചോറും ഉപ്പും ആണ് ഇട്ട് കൊടുത്തത്. ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഉലുവ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഉലുവ ആഡ് ചെയ്യാൻ ഈ ടൈമിൽ മറന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സെറ്റാക്കി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ല പാത്രമൊക്കെ അടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് ഓർത്തത് ഉലുവ ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് തുറന്നിട്ട് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ നൈറ്റിലുള്ള പണി കേട്ടോ. മിക്സിയിലിട്ട് അടിക്കും പിടിക്കും ഒന്നും ചെയ്യണ്ട. നേരെ വെളുത്ത പാട് നമുക്ക് നന്നായി അരച്ചിട്ട് ഇതുപോലെ കിട്ടും, നന്നായി പൊങ്ങി വരും. ഇനിയും പൊങ്ങണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ നന്നായി പൊങ്ങി കിട്ടും. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കേട്ടോ അങ്ങനെ ദോശ ഉണ്ടാക്കി എടുക്കുന്നത്. ഞാൻ ബത്തുവിന് നെയ് റോസ്റ്റാട്ടോ ഉണ്ടാക്കിയത്. പശു നെയ്യിലാണ്, നല്ല നാടൻ നെയ്യിലാട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ദോശയായിട്ട് കിട്ടും. അപ്പം എൻ്റെ കയ്യിൽ അവളുണ്ടായതുകൊണ്ട് എനിക്ക് നല്ലപോലെ ദോശ ഒഴിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത ദോശ കിട്ടി. തീരെ കട്ടിയില്ലാതെ നല്ല സോഫ്റ്റുള്ള ദോശ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ചിലർക്ക് ഡൗട്ട് വരും, തലേ ദിവസം അരച്ച് വെക്കാത്തതുകൊണ്ട് രാവിലേക്ക് ഇങ്ങനെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അടിപൊളി ദോശ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റുള്ള ദോശ, അതേപോലെ വെള്ളപ്പം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 2 ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ബൈ.